ചെറുപുഷ്പ മിഷൻ ലീഗ് വാർഷിക ആഘോഷം മാണ്ഡ്യ രൂപതയും മിഷൻ ലീഗ് ദേശീയ സമിതിയും സംയുക്തമായി ബംഗളൂരു ധർമ്മരാമിൽ ആഘോഷിച്ചു. മാണ്ഡ്യ രൂപത അധ്യക്ഷൻ മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത്, CML സഹരക്ഷാധികാരി മാർ ജോസഫ് അരുമച്ചാടത്ത് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. സ്നേഹമുള്ളവരെ, നസ്സസിലെ സിനഗോഗിലേക്ക് ഒരു ദിവസം രാവിലെ ചെറുപ്പക്കാരൻ കയറി വന്നു. അവിടുത്തെ മൂപ്പന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി വചനം വായിക്കുക. അവൻ വചനമെടുത്ത് വായിച്ചു. ഐസിയ പ്രവാചകന്റെ പ്രവചന ഗ്രന്ഥമാണ് അവന്റെ കയ്യിൽ കിട്ടിയത്. കർത്താവിന്റെ അരൂപി എന്റെ മേലുണ്ട്, ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുവാനായിട്ട് അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും വിശക്കുന്നവർക്ക് ആഹാരവും തടവുകാർക്ക് സ്വാതന്ത്ര്യം നൽകുവാനായിട്ട് ദൈവം എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ചതിന് ശേഷം അവൻ പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കുക തന്നെ ഈ പ്രവചനം പൂർത്തിയാകുകയാണ്. 2000 വർഷം കഴിയുമ്പോൾ ആ പ്രവചനം വേറെ രീതിയിൽ ഇവിടെ പൂർത്തിയാകുകയാണ്. ഈ കാണുന്ന കസേരകള്, ഈ കാണുന്ന സ്റ്റേജ് നമ്മുടെ രൂപത, മാണ്ഡ്യ രൂപതയുടെ മിഷൻ ലീഗിന്റെ വാർഷിക സമ്മേളനം കഴിഞ്ഞ ഗ്രൗണ്ടാണ്. അത് മാത്രമല്ല, നമ്മുടെ സ്റ്റേറ്റുമായിട്ട് കർണാടക സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട വാർഷിക സമ്മേളനമായിരുന്നു. നാഷണൽ ലെവലിലുള്ള നേതാക്കന്മാര് ഇവിടെ വന്നിരുന്നു. എന്തൊരു മനോഹരമായ കാര്യമായിരുന്നു. ധർമാരാം കോളേജിൽ നിന്ന് ആരംഭിച്ച റാലി ഇവിടെ എത്തിച്ചേർന്നപ്പോൾ കൊച്ചുകുഞ്ഞുങ്ങള് യേശുവിനെ പ്രഘോഷിക്കുവാനായിട്ടുള്ള അവരുടെ വലിയ ദാഹം നമ്മോട് പ്രകടിപ്പിക്കുകയായിരുന്നു. അവരുടെ ആത്മാവില് തീ കൊളുത്തുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് കൊളുത്തിയതായ തീ നമ്മൾ ചെയ്യുന്നത് മിഷൻ ലീഗ് വഴിയായിട്ട് അത് ഊതിക്കത്തിക്കുകയാണ്. എങ്ങനെയാണ് ഊതിക്കത്തിക്കുക? വചനം വായിക്കുവാനായിട്ട്. കാരണം ക്രിസ്തുവിനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വചനം പറയുവാൻ സാധിക്കുകയുള്ളൂ. കുടുംബങ്ങളില് ജപമാല ചൊല്ലുവാനാകിട്ട് മിഷൻ ലീഗിലെ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഞായറാഴ്ച കുർബാനയിൽ സജീവമായി പങ്കെടുക്കുവാനായിട്ട്, സങ്കീർത്തനങ്ങൾ പഠിക്കുവാനായിട്ട്, അതിലെല്ലാം വഴിയായിട്ട് ദൈവപിതാവിന്റെ അനന്തമായ സ്നേഹം ഗ്രഹിച്ച് ആ സ്നേഹം മറ്റുള്ളവരോട് പറയുവാനായിട്ട് അവരെ ഒരുക്കുന്ന സംഘടനയാണ് മിഷൻ ലീഗ്. വർഷങ്ങളായി കേരളത്തിന്റെ മണ്ണില്, കേരളത്തിന് പുറത്ത്, ഇന്ന് ആഗോളമായ തലത്തില് വളർന്നിരിക്കുന്നതായ മിഷൻ ലീഗ് യുവഹൃദയങ്ങളില്, കുഞ്ഞുങ്ങളുടെ മനസ്സില് പരിശുദ്ധാത്മാവിനെ എത്തിച്ചു കൊടുത്ത് യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനായി അവരെ ഒരുക്കുകയാണ്. നന്ദി പറയുവാൻ അനേകരുണ്ട്. ജോമി അച്ഛനുണ്ട്, അച്ഛനോടൊപ്പം സേവനം ചെയ്യുന്ന അൽമായ സുഹൃത്തുക്കളുണ്ട്, ആനിമേറ്റേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല, ഇടവക തലങ്ങളില് എല്ലാ ഞായറാഴ്ചയും അവരെ മുന്നോട്ട് നയിക്കുന്ന ആളുകളുണ്ട്. എല്ലാ വികാരിയച്ഛന്മാരെയും എല്ലാ സ്നേഹിതരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഈ സമ്മേളനം വീണ്ടും അടുത്ത വർഷം നടക്കും. അവരുടെ റാലിയും അവരുടെ പ്രജ്വലമായ അവരുടെ വിശ്വാസവും നമ്മളിവിടെ കാണുകയുണ്ടായി. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ വിശ്വാസത്തിന്റെ കതിരുകള് ആളിക്കത്തിക്കുവാനായിട്ട് തോമാസ് ലീഹായുടെ മധ്യസ്ഥ നമ്മളെ സഹായിക്കുമാറാകട്ടെ. സഹനപുത്രിയായ അൽഫോൻസാമ്മയുടെ പ്രാർത്ഥന നമ്മളെ നയിക്കുമാറാകട്ടെ. ഭാരത മണ്ണില് ജനിച്ചു വളർന്ന വിശുദ്ധരും വിശുദ്ധരുടെ ആകുവാൻ പോകുന്നവരും നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ ഈ കാണുന്ന മനോഹരമായ CMI സ്ഥാപനമായ സ്കൂളിനോടും നമ്മളെ സഹായിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ധർമാരാം കോളേജ് റെക്ടർ ഫാദർ വർഗീസ് വിദേത്തിൽ മിഷൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. രൂപത CML ഡയറക്ടർ ഫാദർ ജോമി മേക്കുന്നേൽ, CML ദേശീയ ഡയറക്ടർ ഫാദർ ജോസഫ് മറ്റത്തിൽ എന്നിവർ പ്രസംഗിച്ചു. CML നാഷണൽ പ്രസിഡന്റ് സജി പുല്ലുകാട്ട് അധ്യക്ഷ പ്രസംഗം നടത്തി. തുടർന്ന് CML സഹരക്ഷാധികാരി ബിഷപ്പ് മാർ ജോസഫ് അരുമച്ചാടത്ത് പിതാവിനെ ആദരിച്ചു. CMLന്റെ അന്തർദേശീയ ദേശീയ മേഖലകളിലുള്ള പ്രമുഖ നേതാക്കളും ഭാരവാഹികളും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും പങ്കെടുത്തു. മാണ്ഡ്യ രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുമായി 1000ഓളം കുട്ടികളും 100ഓളം ആനിമേറ്റർമാരും പങ്കെടുത്ത പരിപാടിയിൽ രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള കൊച്ചു മിഷണറിമാർ മുദ്രാവാക്യങ്ങൾ വിളിച്ചും CML പതാകകൾ ഏന്തിയും നടത്തിയ വർണ്ണാഭമായ മിഷൻ റാലി ശ്രദ്ധേയമായി. ധർമാരാം ക്രൈസ്റ്റ് CBSE സ്കൂളിൽ CML രൂപത പ്രസിഡന്റ് സാൻഡോ ജോസഫ് പതാക ഉയർത്തി. തുടർന്ന് മാണ്ഡ്യ രൂപത CML സെക്രട്ടറി ആൽബിൻ ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ മാണ്ഡ്യ രൂപത 11ാമത് വാർഷികവും
77ാമത് ദേശീയ വാർഷികവും സംയുക്തമായിട്ട് ബാംഗ്ലൂർ ധർമാരാം കോളേജിന്റെ ആതിഥേയത്വത്തിൽ ഇവിടെയുള്ള ക്രൈസ്റ്റ് സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തെലങ്കാനയിൽ നിന്നൊക്കെയുള്ള പ്രതിനിധികൾ ഈ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 77 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തില് ഭരണങ്ങാനത്ത് 7 പേരടങ്ങുന്ന ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് തുടങ്ങിയ മിഷൻ ലീഗ് ഇന്ന് വളർന്ന് കേരളവും ഭാരതത്തിന്റെ അതിർത്തിയും കഴിഞ്ഞ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആത്മായ സംഘടനയായിട്ടത് മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നതും അഭിമാനിക്കുന്നതുമായ കാര്യമാണ്. ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം തന്നെ മിഷൻ ലീഗ് കൂടുതൽ ശക്തമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക്, യുവതി യുവാക്കൾക്ക് അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ, ക്രിസ്തീയ വ്യക്തിത്വ രൂപീകരണത്തിൽ, അവരുടെ പ്രേക്ഷിത ആത്മീയം വളർത്തുന്നതിൽ, മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്, മിഷണറിമാരെ സഹായിക്കുന്നതിന്, സപ്പോർട്ട് ചെയ്യുന്നതിന്, അതിലൊക്കെ ഉപരി നല്ല പ്രേക്ഷിത ദൈവവിളികളെ ധാരാളമായിട്ട് സഭയിൽ ഉളവാക്കുന്നതിനൊക്കെയുള്ള ആ പ്രവർത്തന ലക്ഷ്യങ്ങളാണ് മിഷൻ ലീഗിനുള്ളത്. ആ ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ വളരാൻ മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ വാർഷിക കൂടി വരവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ കർണാടകത്തിൽ 3 രൂപതകളിൽ, ബെൽത്തങ്ങടി, ഭദ്രാവതി, മണ്ഡ്യ രൂപതകളിൽ മിഷൻ ലീഗ് വളരെ നന്നായിട്ടും ശക്തമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ബാംഗ്ലൂര് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന മണ്ഡ്യ രൂപത. മണ്ഡ്യ രൂപതയുടെ വാർഷിക റിപ്പോർട്ട് വളരെ മനോഹരമായിട്ട് അവർ അവതരിപ്പിച്ചു. ശക്തമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ കുട്ടികളുടെ ഇടയിൽ മിഷൻ ലീഗിലൂടെ നടക്കുന്നത്. ദൈവം ധാരാളമായിട്ട് മണ്ഡ്യ രൂപത അനുഗ്രഹിക്കട്ടെ. മണ്ഡ്യയിലെയും ഒപ്പം തന്നെ ഭാരതത്തിലെ എമ്പാടുമുള്ള രൂപതകളിൽ പ്രവർത്തിക്കുന്ന ചെറുപുഷ്പ മിഷൻ ലീഗിലെ അംഗങ്ങളെ ആ ആത്മചൈതന്യത്തിൽ വളർത്താനായിട്ട് വ്യക്തിത്വ രൂപീകരണത്തിലും പ്രേക്ഷിത ആത്മീയത്തിലും ഒപ്പം തന്നെ പ്രേക്ഷിത ദൈവങ്ങളുടെ പ്രവർത്തനത്തിൽ വളരാനായിട്ട് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ചെറുപുഷ്പ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും സ്നേഹവാദ്യങ്ങൾ നേരുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നു.